ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. സച്ചിക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ രേവതിയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും അഭിമാനവും സന്തോഷവും എന്തൊക്കെയോ നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഇവർ നേരെ അവിടെ നിന്ന് പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, പോകുന്നത് വീട്ടിലേക്കാണ്, ചന്ദ്രോദയത്തേക്കാണ്. അപ്പൊ ചന്ദ്രോദയത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രവീന്ദ്രനെ കാണിക്കുന്നുണ്ട്. രവീന്ദ്രൻ അവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. രവീന്ദ്രനാണെങ്കിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു ലൈവ് കണ്ടിട്ട് ആകെപ്പാടെ അന്താളിച്ച് നിൽക്കുകയാണ്. താന് തൻ്റെ മകനോട് തെറ്റ് ചെയ്തല്ലോ, തൻ്റെ മകനെ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി നിന്നിട്ട്, എടി ചന്ദ്ര ഇങ്ങ് വന്നേടി കാണടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ചന്ദ്രനെ. അപ്പൊ ശ്രുതിയും അവിടെ ഉണ്ടേ. ശ്രുതിയും വന്നു. അതുപോലെ തന്നെ ചന്ദ്രയും വന്നിട്ട് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്താ മനുഷ്യ കിടന്ന് അലർന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, കാണടി എടാ ശ്രുതി, നീ എന്താടാ എൻ്റെ മകനെ കുറിച്ച് പറഞ്ഞത്? നിനക്കൊന്നും എൻ്റെ മകനെക്കുറിച്ച് പറയാനുള്ള യാതൊരു അർഹതയും ഇല്ല. അവൻ നല്ലൊരുത്തനാ. ഒരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല. എനിക്കാ തെറ്റിപ്പോയത്, എനിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ കണ്ടതല്ലേ സച്ചി മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത്, നമ്മളെല്ലാവരും കണ്ടതല്ലേ. അത് കണ്ടതൊക്കെ തന്നെയാ, പക്ഷെ തെറ്റിപ്പോയി, എല്ലാവർക്കും തെറ്റിപ്പോയി. എൻ്റെ മോനെ ആരും വിശ്വസിച്ചില്ല. നിങ്ങളുടെ ഒപ്പമൊക്കെ ഞാനും നിന്ന് എൻ്റെ മോനെ ഞാനും തള്ളി പറഞ്ഞു. അതാ ഞാൻ ചെയ്ത തെറ്റ്. എൻ്റെ ഈശ്വര, ഞാൻ ഈ മഹാഭാവമൊക്കെ എവിടെ കൊണ്ട് കഴുകി കളയുന്ന എനിക്ക് അറിയില്ല. എടാ ശ്രുതി, നീ ഒരു കാര്യം ചെയ്യും, ആ ടി വി അങ്ങ് ഓണാക്കിയിട്ടെ ഈ ഫോണൊക്കെ ടി വിയിലേക്ക് കണക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, എന്തിന്? നിന്നോട് ചെയ്യാൻ പറഞ്ഞാൽ നീ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഈ മനുഷ്യന് ഭ്രാന്താന്നാ തോന്നുന്നു, ഈ മനുഷ്യന് ഇപ്പൊ എന്താ പറ്റിയത്? ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഈ മനുഷ്യന് വട്ടാന്നാ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് വട്ടൊന്നുമില്ല, വട്ടേ നിനക്കും ഞാൻ പറയുന്നില്ല, മര്യാദയ്ക്ക് ടി വി ഓൺ ചെയ്യാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലേ എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. തലയെ കൈവച്ച് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹേ ഇത് വെറുതെയാ, ഇത് അവൻ രക്ഷപ്പെടാനുള്ള അവന്റെ മാർഗമാണ് ഇതൊക്കെ. അയ്യോ, ഇതാരും വിശ്വസിക്കരുത്, ഇത് വെറും തെറ്റാണ്. ഇതാ എഡിറ്റ് ചെയ്ത വീഡിയോ, മറ്റൊന്നും എഡിറ്റ് ചെയ്ത വീഡിയോ അല്ലെന്ന്. അപ്പോഴത്തേക്കും മിണ്ടിപ്പോകരുത്, ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് ഇവിടെ ആരും. എൻ്റെ മോന് അവൻ മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് ഞാൻ അവനെ അവിശ്വസിച്ചു. ഇപ്പൊ ഇതും കൂടെ കണ്ടു കഴിഞ്ഞ് ഇനിയും എന്നെ അവിശ്വസിപ്പിക്കാൻ നോക്കാനാണോടാ? എടാ, നിന്നെ പോലെ അല്ലടാ അവന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നവനാ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അല്ല അച്ഛൻ എന്താ പറഞ്ഞത്? ശ്രുതി അപ്പം അധ്വാനിക്കുന്നില്ല, പൈസ ഉണ്ടാക്കുന്നത് അധ്വാനിച്ചല്ല എന്നല്ലേ? അല്ല മോളെ, നിന്റെ ഭർത്താവ് ശ്രുതി അധ്വാനിച്ചല്ല പൈസ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതൊന്നും കൂടുതൽ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും വരണ്ട. ചന്ദ്രേ, നിനക്കിട്ടാ ഞാൻ തരേണ്ടത്, നിനക്കിട്ട്. എന്തൊക്കെയാടി നീ ആ പാവ രേവതിയെക്കുറിച്ചും സച്ചിയെക്കുറിച്ചൊക്കെ പറഞ്ഞത്? അവള് വന്നില്ലേ ഇപ്പൊ അവനെ രക്ഷിക്കാന്? ഭാര്യമാരായ ഇങ്ങനെ വേണോടി, ഇങ്ങനെ വേണം. നീയൊക്കെ ആണെങ്കിലേ എന്നെക്കുറിച്ച് വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഇരട്ടി കൂടെ പറയുള്ളൂ. കണ്ടോടി, അവള് രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോയി സത്യം കണ്ടുപിടിച്ച് സ്വന്തം ഭർത്താവിനെ രക്ഷിച്ചത് കണ്ടോടി. സ്വന്തം ഭർത്താവിനുണ്ടായ അപമാനം അവളായിട്ട് തൂത്ത് തുടച്ച് കളഞ്ഞത് കണ്ടോടി. കണ്ടു പഠിക്കടി. ഇതാടി പറഞ്ഞത്, രേവതി എന്ന് ഞാൻ നാഴേക്ക് 40 വട്ടം പറയുമ്പം നീയൊക്കെ പറയൂല്ലോ, അയ്യോ രേവതി പുരാണം പറയുകയാണെന്ന്. എടി, ഇതുപോലെയുള്ളൊരു പെണ്ണിനെ കിട്ടിയത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണെന്ന് നീ കരുതിയാൽ മതിയെന്ന്. ചന്ദ്രയാണ് കൈയൊക്കെ കിട്ടിയിട്ട് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വീട്ടിലേക്ക് കയറി വരികയാണ്. സച്ചിയും ശ്രീകാന്തും രേവതിയും ഉണ്ട്. ഇവർ വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് കയറി വന്നതും രവീന്ദ്രനാണെങ്കിൽ മോനേന്ന് പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഈ അച്ഛന് മാപ്പ് തരൂന്നും പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, എന്താ അച്ഛാ ഇത്?
അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്? ദേ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് പറയുമ്പോൾ, കണ്ടടാ മോനെ കണ്ടടാ, ഞങ്ങൾ വീഡിയോ കണ്ടടാ, കണ്ടു, ഞാൻ കണ്ടു, ഞാൻ നിന്നെ അവിശ്വസിച്ചു, അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും, പക്ഷെ ഞാൻ അവിശ്വസിച്ചു, ഞാൻ ചെയ്തത് വലിയൊരു മഹാപാപവും തെറ്റുമൊക്കെ തന്നെയാടാ മോനെ, ഈ അച്ഛനോട് ക്ഷമിക്കില്ലേടാ നീ? ദേ അച്ഛ, അച്ഛനോടല്ലാതെ വേറെ ആരോടാ അച്ഛ ഞാൻ ക്ഷമിക്കുന്നത്? അച്ഛനിങ്ങനെ എന്നോട് ക്ഷമയൊന്നും ചോദിക്കരുതേ. ഞാനെന്തോ അച്ഛൻ്റെ മുമ്പിൽ വലിയ ആളായതുപോലെ, അങ്ങനെ വേണ്ട, ഒരിക്കലും ഒരിക്കലും അച്ഛൻ്റെ മുമ്പിൽ ഈ സച്ചിക്ക് വലിയ ആളാകണ്ട. അച്ഛൻ്റെ മുമ്പിൽ എപ്പോഴും ചെറുതായിട്ട് നിന്നാൽ മാത്രം മതി. കണ്ടോടാ കണ്ടോടാ, എൻ്റെ മോനെ കണ്ടോടാ, എൻ്റെ മോനെ, എൻ്റെ മോൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലും ഒരു മനസ്സുണ്ടാടാ? ഇല്ല. ചന്ദ്രയെ കണ്ടു പഠിക്ക്. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് വലിയ ഗമ കളിച്ച്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതി ഇങ്ങോട്ട് വന്നില്ലേ. രേവതി വന്നിട്ട്, അതെ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് മോശക്കാരനാണെന്നല്ലേ? എൻ്റെ സച്ചേട്ടൻ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ഞാനും കൂടെ കാരണമാണെന്നല്ലേ? എനിക്കിതൊന്നും അന്വേഷിക്കാൻ സമയമില്ലെന്നല്ലേ? അല്ല, അമ്മയും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ശ്രുതി നീ എന്താ പറഞ്ഞത്? എൻ്റെ സച്ചേട്ടൻ തെറ്റായ വഴിക്ക് നടന്നു കഴിഞ്ഞാൽ നേരെയാക്കേണ്ട ഭാര്യ നേരെയാക്കണം എന്നല്ലേ? ദേ, നേരെയാക്കേണ്ട ഭാര്യ നേരെയാക്കിയിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, കാര്യം അറിയാതെ ആരും വിട്ടുകത്തി എടുത്തുകൊണ്ട് വരരുത്. എൻ്റെ സച്ചേട്ടൻ തെറ്റ് ചെയ്യില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയി CCTV-യിൽ നിന്ന് ഫുട്ടേജ് എടുത്തത്. ആ ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാ. പക്ഷേ ദേ, ശ്രുതിയാ സൂക്ഷിക്കേണ്ടത്. ആദ്യം ശ്രുതിയുടെ ഭർത്താവിനെ നേരെയാക്കാൻ നോക്ക്, എന്നിട്ട് മതി എൻ്റെ ഭർത്താവിനെ നേരെയാക്കേണ്ടത്. എൻ്റെ ഭർത്താവിനെ നേരെയാക്കാനേ ഞാൻ ശ്രമിച്ചോളാം, ഇനി വേറെ ആരും ശ്രമിക്കേണ്ട. എൻ്റെ ഭർത്താവിനെ നേരെയാക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭർത്താവ് നേരെയുള്ള വഴികളിൽ കൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞു പുളഞ്ഞ വഴികളിൽ കൂടെ സഞ്ചരിക്കുന്ന ശ്രുതിയുടെ ഭർത്താവിനെ നേരെയാക്കിയാൽ മതിയല്ലോ. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, എടി അഹങ്കാരി, നീ എന്താടി പറയുന്നത്? ഓഹോ, അവളുടെ ഭർത്താവിനെ രക്ഷിച്ചെന്നും പറഞ്ഞുകൊണ്ട് നീ കൂടുതൽ പത്രാസ് കളിക്കൊന്നും വേണ്ട. അഹങ്കാരം കാണിക്കാതെ നിലത്ത് നിൽക്കിരി. കൊള്ളാലോ. അപ്പൊ രവീന്ദ്രൻ ഇങ്ങോട്ട് പറഞ്ഞു, മിണ്ടിപ്പോകരുത്. അവക്ക് പറയാനുള്ള അർഹതയുണ്ട്, അവക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഇന്ന് അവളുടെ ദിവസം. നീ ഒരു കാര്യം ചെയ്യേ ചന്ദ്രൻ, നീ പോയി കുറച്ച് ആരതി എടുത്തിട്ട് വന്നേ. ആരതി ഒഴിഞ്ഞ് ഇവര് രണ്ടുപേരെ അകത്ത് കയറ്റിയാൽ മതി. അപ്പോഴേക്കും ചന്ദ്ര, ആരതി ഒഴിയാനോ? എന്തിന് ആരതി ഒഴിയണം? ആരതി ഒഴിഞ്ഞ് തന്നെയാ എൻ്റെ മക്കളെ അകത്ത് കയറ്റേണ്ടത്. എടി, എല്ലാവരും കൂടെ രേവതിനെ കണ്ണു വെച്ച് കാണും. കാരണമേ, രേവതി മോളെയെ സ്വന്തം ഭർത്താവിനെ പോയി രക്ഷിച്ചുകൊണ്ട് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എൻ്റെ മക്കളെ കണ്ണു വെച്ചിട്ടുണ്ടായിരിക്കും. ആ കണ്ണു ദോഷമൊക്കെ പോണെങ്കിലും അല്ലെങ്കിലും ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമല്ലേ? അതുകൊണ്ട് ആരതി ഒഴിഞ്ഞ് തന്നെ അകത്ത് കയറ്റണം. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ദേ ചന്ദ്രേ, നിന്നോടാ പറഞ്ഞത് പോയി എടുത്തോണ്ട് വരാന്. ശ്രുതി, ദേ മോളെ, നീയും കൂടെ ചെന്നേ, പോയി എടുത്തോണ്ട് വന്നേ എന്നിങ്ങനെ പറയാ. അങ്ങനെ പാവം നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്യാനാ? ആരതി എടുക്കാതെ വേറെ ഒരു മാർഗവുമല്ല. നേരെ അകത്ത് കയറി പോയി ആരതിയൊക്കെ എടുത്തോണ്ട് വരികയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഏത് നേരത്താണോ ഇവക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയത്. കോപ്പ് എങ്ങനെയെങ്കിലും മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടിയെന്ന് ഓർത്തിരുന്നായിരുന്നു. അപ്പോഴല്ലേ അവൾ പോയി തപ്പി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇവൾ ആരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് ഏതാണ്ട് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ സച്ചിനെ കുറിച്ച് രേവതിനെ കുറിച്ച് വാദോരാതെ എന്ന് സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീകാന്ത് പറയാ, അത് പിന്നെ അച്ഛാ, ഇത് പോലീസ് സ്റ്റേഷനിൽ എന്തൊരു പ്രകടനമായിരുന്നെന്ന് അറിയാമോ? ദേ എൻ്റെ പൊന്നി രേവതി ചേച്ചി രേവതിയെടുത്തിന് സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. അയ്യോ, അല്ല സച്ചേട്ടന് പ്രൗഡാകാൻ പറ്റിയ സമയം തന്നെയാ. ഇതുപോലൊരു ഭാര്യനെ കുറിച്ച് ഇപ്പൊ എല്ലാവരും നാട്ടിൽ പറയുന്നുണ്ടായിരിക്കും, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും രോമാഞ്ചൊക്കെ വന്നു എൻ്റെ കയ്യിൽ കൂടെ. അതുപോലെ അല്ലായിരുന്നോ ഈ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രില്ലടിച്ചിങ്ങനെ ഇരിക്കുന്ന സിനിമകളിലെ കുറെ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പം നമ്മുടെ മുമ്പിൽ തന്നെയല്ലേ ഈ ക്ലൈമാക്സ് നടന്നത്. ഇപ്പോഴും ഓർക്കുമ്പോൾ രോമാഞ്ചം വരിക. അച്ഛാ, പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു. ആന്റണിയില്ലേ, അവനെ സച്ചേട്ടൻ ആടി ചോദിക്കിയിട്ടുണ്ട്, അല്ല മോനെ, ഈ ആന്റണിക്ക് നിന്നോട് ഇത്രമാത്രം പക വരാൻ എന്താ കാരണം? അത് പിന്നെ അച്ഛാ, അത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത്
എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ പണ്ട് ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നത്തിൽ സച്ചേട്ടൻ കയറി ഇടപെടുകയും പിന്നെ ശരത്തിൻ്റെ പ്രശ്നവും എല്ലാം കൂടെ ചേർന്ന് അതാ ഇത്ര ദേഷ്യം ആന്റണിക്ക്. എങ്കിലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു, എങ്കിലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലോ. ഇതിനൊക്കെ എവിടെന്ന് അവന് മനസ്സ് വന്നത്? അതങ്ങനെയാ, ദുഷ്ടന്മാരങ്ങനെയാണല്ലോ. ഏതായാലും കുറച്ച് നാളത്തേന് അവൻ്റെ ശല്യം ഉണ്ടാവില്ല. അവനേതായാലും ഇനിയിപ്പം മിക്കവാറും ജയിലിൽ പോകാൻ ചാൻസ് ഉണ്ട് ഈ കുറ്റത്തിന്. ഏതായാലും അവനെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അച്ഛൻ നമ്മുടെ രേവതി പറയാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മിയും ദേവും അറിയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയും ദേവും കൂടെ ഈ ഒരു സീൻ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. അങ്ങനെ ദേവുമാണ് ഇത് ആദ്യമേ കണ്ടിട്ട് ഓടി വന്നിട്ട് ദേ അമ്മേ, ദേ സച്ചേട്ടൻ എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചതാ അമ്മേ, നമ്മളെല്ലാവരും കൂടെ സച്ചേട്ടനെ അവിശ്വസിച്ചില്ലേ, ഇത് കണ്ടു നോക്കാൻ പറഞ്ഞു. ലക്ഷ്മി അത് കാണുകയാണ് കേട്ടോ. ലക്ഷ്മി ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ലക്ഷ്മിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ലക്ഷ്മി പറഞ്ഞു, അയ്യോ മോളെ, അപ്പം സജ്ജി മദ്യപിച്ചിട്ടില്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു അമ്മേ, ഇത് കണ്ടില്ലേ, ദേ രേവതി ചേച്ചി പോയാ സച്ചേട്ടനെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ദേ കാണ്, ഈ വീഡിയോ അമ്മ ഫുള്ള് കാണ്. ഏതായാലും ആ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യമായിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, പാവം നമ്മളും ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലേ, പാവം സച്ചി ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, നമ്മൾ വിശ്വസിക്കണമായിരുന്നു. പക്ഷെ രേവതിക്ക് മനസ്സിലായല്ലോ, അവൾ പോയി കണ്ടുപിടിച്ചല്ലോ. എനിക്കിപ്പോഴും ആശ്വാസമായത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അതായത് ഇതിനൊക്കെ മുമ്പായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ആന്റണിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആന്റണിയോട് രേവതി സച്ചിനെ ആന്റണിയോട് തല്ലാൻ പറയുകയും തല്ലുകയും അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് നേരം ആന്റണിയുമായിട്ടും സച്ചിയുമായിട്ടും രേവതിയായിട്ടും ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആന്റണീനെ പോലീസ് നേരെ ലോക്കപ്പിൽ കയറ്റിയിടുകയും അതുപോലെ തന്നെ ആന്റണിക്ക് മുമ്പിൽ സച്ചിയെ ഇങ്ങനെ പൊക്കിയൊക്കെ നമ്മുടെ രേവതി സംസാരിക്കുകയും, ഒരിക്കലും നീ അല്ലട എൻ്റെ ഭർത്താവിനെ കുറിച്ച് നീ എന്താടാ പറഞ്ഞത്, ഈ മനുഷ്യനെ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലടാ, ഈ മനുഷ്യൻ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും, തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് വരുത്താൻ വേണ്ടി ഈ മനുഷ്യൻ ചിലപ്പം പോരാടി എന്നൊക്കെ ഇരിക്കും. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ സച്ചേട്ടൻ കുടിച്ച് വണ്ടി ഓടിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടടാ, എടാ നിന്നെപ്പോലെ അല്ലടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആന്റണിയുടെ മുമ്പിൽ സച്ചിനെ ഒരുപാട് പുകഴ്ത്തി നമ്മുടെ രേവതി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രോമാഞ്ചം പോവുകയാണ് നമ്മുടെ സച്ചിയുടെ. കാരണം രേവതി തന്നെ കുറിച്ച് ഇങ്ങനെ ഇത്രയും പുകഴ്ത്തിയൊക്കെ പറയുമ്പം അത് മാത്രമല്ല, പോലീസുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു പെൺകുട്ടിയല്ലേ നീ നല്ല സ്മാർട്ടാണ്, മാത്രമല്ല നീ നിന്റെ ഭർത്താവിനെ രക്ഷിച്ചില്ലേ, ഇതുപോലൊരു കേസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇത്ര റിസ്ക് എടുത്തിട്ട് ഏതായാലും മോളുടെ ഭർത്താവിനെ രക്ഷിച്ചല്ലോ. ദേ ഏതായാലും സച്ചി, ഇത് നിന്റെ ഭാഗ്യം തന്നെയാട്ടോ ഇതുപോലെ ഒരു ഭാര്യനെ കിട്ടിയത്. ഇത് എത്ര ഭാര്യമാരിങ്ങനെയൊക്കെ വിശ്വസിക്കും? ദേ ആരെങ്കിലും പറയുന്ന കേട്ടാൽ തന്നെ ഭർത്താക്കന്മാരെ തള്ളി പറയുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷെ അതുപോലെയല്ല, ദേ നിന്റെ ഭാര്യ ഇതുപോലൊരു ഭാര്യനെ കിട്ടിയെന്ന് ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും നമ്മുടെ രേവതിനെയും പുകഴ്ത്തി പാടുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്കാണല്ലോ സന്തോഷം. ഏതായാലും സച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആന്റണീനെ വെല്ലുവിളിച്ചിട്ടുണ്ട് സച്ചി, നീ ഇതിന് പുറത്തുനിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അതോ ഗതിയാന്ന് കൂട്ടിക്കൊണ്ടാ മതിയിടാ, നീ ഇതിന്റെ പുറത്തുനിന്ന് ഇറങ്ങി വാ, ആദ്യം വന്നു കഴിയുമ്പോൾ പിന്നെ നിനക്ക് ഞാനൊരു പ്രപഞ്ചക്കട്ടിൽ ഒരുക്കി വെച്ചേക്കാം, അവിടെ വന്ന് നിനക്ക് പിന്നെ വിശ്രമിക്കാം, അത് മതി നിനക്ക്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി സച്ചിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചന്ദ്രോദയത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ബാക്കി ചന്ദ്രോദയത്ത് ആ ഒരു സംഭവമൊക്കെ അരങ്ങേറുന്നത്. നമ്മുടെ ശ്രുതിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ. ഇതുപോലെ ഇനിയിപ്പോ സന്തോഷിച്ച നിമിഷം വേറെ ഇല്ല, അതാ പറയുന്നത്. എന്നെ അണയാൻ പോകുന്നത് ഈ ആളിക്കത്തെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ചന്ദ്രയാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ സച്ചിനെ രേവതിനെ ഇറക്കി വിടാൻ ഓർത്തിരുന്നത്, ഇനിയിപ്പോ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഈശ്വര എല്ലാം എനിക്കെതിരെ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു സൈഡ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണുക. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി തന്നെ നമുക്ക് വേണം. നമ്മൾ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിക്ക് പനിയൊക്കെ, എൻ്റെ മോന് പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു.
അപ്പോൾ അതായിരുന്നു കേട്ടോ, നമ്മുടെ വീഡിയോ ഒന്നും ഇടാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടായിരുന്നു ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചേക്കണേ, ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി നമ്മൾ ഇന്നും കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നും കുറച്ച് ലേറ്റ് ആയി പോയെന്ന് എനിക്കറിയാം. ഇന്ന് സാധാരണ നമ്മൾ 6:53 ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. ഏതായാലും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കുമായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഒന്ന് എല്ലാവരും ക്ഷമിച്ചേക്കണം. നേരത്തെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്തേക്കണം കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ നമ്മൾ ഇടുന്നുണ്ട്. ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. ഇതിനകം നിങ്ങൾ അറിഞ്ഞു കാണും. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി, അതായത് പോസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കോളൂ. നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അലീനയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും വിശേഷം അതിലാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.